ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി നാരായണായ. ദശലക്ഷണങ്ങൾ കൊണ്ട് സമ്പന്നമായ ഭാഗവത പുരാണത്തിലെ സർഗം എന്ന ഒന്നാമത്തെ ലക്ഷണമാണ് തൃതീയ സ്കന്ധത്തിൽ വിവരിക്കുന്നത്. ജഗത്തിൻ്റെ സൃഷ്ടിക്കു കാരണമായ സംഭവം വിതുര മൈത്രേയ സംവാദത്തിലൂടെ ഇതിൽ അവതരിപ്പിക്കുന്നു. വിതുര മൈത്രേയ സംവാദം. കുരുക്ഷേത്ര യുദ്ധം മൂർച്ഛിച്ചതോടെ സർവനാശം ഭയന്ന വിതുരർ തീർത്ഥയാത്രയ്ക്കായി പോകുന്നു. പല ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും സന്ദർശിച്ച് വിതുരർ പ്രഭാസത്തിലെത്തി. അവിടെ വെച്ച് പാണ്ഡവർ ശത്രുക്കളെ കൊന്നതും ധർമ്മപുത്രർ പൂജ്യനായി രാജ്യം വാഴുന്നതും അറിയാനിടയായി. വിതുരർ അവിടെ നിന്നും പിന്നെയും യാത്ര പോയി. ഭൂപ്രദക്ഷിണം നടത്തി ഈശ്വരാർപ്പണമായി സർവവും ത്യജിച്ച് അദ്ദേഹം പുണ്യനദിയായ യമുനയുടെ തീരത്തെത്തി. അവിടെ മഹാഭക്തനായ ഉദ്ധവരും വന്നെത്തി. അവർ പരസ്പരം ആശ്ലേഷിച്ചു, കുശലപ്രശ്നങ്ങൾ ചെയ്തു. യദുവംശത്തിൻ്റെ നാശവും ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മാവിൽ ലയിച്ചതും ഉദ്ധവർ പറഞ്ഞു കേൾപ്പിച്ചു. ആത്മജ്ഞാനമുണ്ടാകാനായി ശ്രീകൃഷ്ണ ഭഗവാൻ തനിക്ക് ഉപദേശം നൽകിയ കാര്യവും ഉദ്ധവർ അറിയിച്ചു. ആ ധർമ്മതത്വങ്ങൾ തനിക്കും കേട്ടാൽ കൊള്ളാമെന്ന് വിതുരർ പറഞ്ഞപ്പോൾ ഉദ്ധവർ ഇങ്ങനെയാണ് പ്രതിവചിച്ചത്: അങ്ങയെ ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഭഗവാന്റെ മാഹാത്മ്യം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനും ബുദ്ധിമാനും പരാശര ശിഷ്യനുമായ മൈത്രേയ മുനിയെ സമീപിച്ചാൽ അങ്ങേക്ക് തത്വോപദേശം ലഭിക്കുന്നതാണ്. അതുപ്രകാരം വിതുരർ ഗംഗാദ്വാരത്ത് എത്തി മൈത്രേയനെ കണ്ടെത്തി. തൻ്റെ ഇംഗിതം അറിയിച്ചു. മൈത്രേയൻ സന്തോഷത്തോടെ അതിന് ഒരുങ്ങി. മൈത്രേയൻ ആദ്യം പറഞ്ഞത് ഭാഗവതം തനിക്ക് കൈവന്നതിൻ്റെ ഗുരുപരമ്പരാ ക്രമമാണ്. ആദിശേഷൻ സനൽകുമാര മഹർഷിക്കും അദ്ദേഹം സാംഖ്യായനനും സാംഖ്യായനൻ പരാശരനും പരാശരൻ തനിക്കും ഭാഗവതമുപദേശിച്ചു. വിതുരർ ശൂദ്രനാണെങ്കിലും ഭാഗവതം ഉൾക്കൊള്ളാനുള്ള ദിവ്യത്വമുണ്ടെന്ന് മൈത്രേയൻ പറയുന്നു. ആദിനായകനായ ശ്രീമൻ നാരായണൻ്റെ നാഭീപത്മത്തിൽ നിന്നും ഉത്ഭവിച്ച ബ്രഹ്മാവിന് തൻ്റെ മൂലം ഗ്രഹിക്കാത്തതിനാൽ വിഷണ്ണതയുണ്ടായി. ഈ താമരയിലിരിക്കുന്ന താൻ ആരാണെന്നും മറ്റൊന്നുമില്ലാത്ത ഈ ജലത്തിൽ താമര എവിടെ നിന്നുണ്ടായെന്നും ആരാണിതിനൊക്കെ താങ്ങും തണലുമായതെന്നും ബ്രഹ്മാവ് ചിന്താമഗ്നനായി. കാര്യത്തിന് കാരണം വേണമല്ലോ. അതു കണ്ടെത്താൻ കഴിയാതെ വലഞ്ഞ ബ്രഹ്മാവ് അനേകായിരം വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഹൃദയത്തിൽ ഭഗവൽ രൂപം ദർശിച്ചു. 10,000കണക്കിന് സൂര്യന്മാരുദിച്ച് എന്നതുപോലുള്ള പ്രഭയോടുകൂടിയ കിരീടം ഭഗവാനുണ്ട്. എല്ലാ ദിക്കുകളിലും വ്യാപിച്ചു നിൽക്കുന്നതും വലുതായ ആനന്ദം പകർന്നു തരുന്നതുമായിരുന്നു ഭഗവൽ സ്വരൂപം. മാറിൽ ശ്രീവത്സം എന്ന മറുകൊണ്ട് മഞ്ഞപ്പട്ട് അണിഞ്ഞിട്ടുണ്ട്. ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ തൃക്കൈകളിലുണ്ട്. ഹാരം, തോൾവള, മോതിരം, കൈവള തുടങ്ങിയ ആഭരണങ്ങൾ കൊണ്ട് തിളങ്ങുന്നവനാണ്. നീലമേഘഗാത്രനും അനന്തനെന്ന സർപ്പത്തിൽ പള്ളികൊള്ളുന്നവനുമായ മഹാപുരുഷനെ കണ്ട് ബ്രഹ്മാവ് സ്തുതിഗീതങ്ങൾ ചൊല്ലി. പ്രസാദിച്ച മഹാവിഷ്ണു ലോകസൃഷ്ടിക്കുള്ള മാർഗങ്ങൾ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതോടെ ബ്രഹ്മദേവൻ ജഗൽ സൃഷ്ടി ആരംഭിച്ചു. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ വിതുരരുടെ ജിജ്ഞാസ വർദ്ധിച്ചു. ആയുസ്സിൻ്റെ പരിമാണം
ബ്രഹ്മാവിൻ്റെ ആയുസ്സും കാലപരിമാണവും അറിയണമെന്ന് വിദുരർ മൈത്രേയനോട് ചോദിച്ചു. മൈത്രേയന് അതെല്ലാം വിവരിച്ചു പറഞ്ഞു കൊടുക്കുന്നതിൽ സന്തോഷമേയുള്ളൂ. അദ്ദേഹം തുടർന്നു. പരമാണു മുതൽ പരബ്രഹ്മം വരെയുള്ള സകല സ്ഥാവര ജംഗമങ്ങളുടെയും സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് ഹേതു കാലമല്ലാതെ മറ്റൊന്നുമല്ല. കാലം എന്നത് ഈശ്വര ശക്തി തന്നെയാണ്. സൂര്യസഞ്ചാരത്തെ ആശ്രയിച്ചാണ് കാലം നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ സൂര്യനെ കാലസ്വരൂപനായ പ്രത്യക്ഷ ദൈവം എന്നും പറയുന്നു. 2 മൃദുവായ താമര ഇതളുകൾ ചേർത്തു വച്ചിട്ട് കൈവിരുതുള്ള ഒരാൾ കൂർത്ത സൂചി കൊണ്ട് അതിൽ ഒന്നിനെ തുളച്ചിട്ട് അടുത്ത ഇതളിനെ തുളയ്ക്കാൻ എത്ര സമയമെടുക്കുമോ ആ കാലത്തെ അല്പകാലം എന്ന് പറയുന്നു. അതാണ് കാലത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം. ഇങ്ങനത്തെ 30 അല്പകാലം ചേരുന്നത് ഒരു ത്രുടി. 30 ത്രുടി ചേർന്നാൽ ഒരു കലയായി. 30 കല ചേർന്നാൽ ഒരു കാഷ്ഠ. കാഷ്ഠയെ തന്നെയാണ് ഒരു നിമിഷം എന്ന് പറയുന്നത്. വിരൽ നൊടി, മാത്ര എന്നും അതിന് മറ്റു പേരുകളുണ്ട്. 4 മാത്ര ചേരുന്നത് ഒരു ഗണിതം. 10 ഗണിതം ചേർന്നാൽ ഒരു വീർപ്പ്. 100 വീർപ്പ് ചേരുന്നത് ഒരു വിനാഴിക. 60 വിനാഴികയാണ് ഒരു നാഴിക. 60 നാഴിക ചേരുമ്പോൾ ഒരു ദിവസം ഉണ്ടാകുന്നു. 15 ദിവസം ചേർന്നാൽ ഒരു പക്ഷമായി. 2 പക്ഷങ്ങൾ ചേരുമ്പോൾ ഒരു മാസം ആകും. മനുഷ്യരുടെ ഒരു മാസം, പിതൃക്കളുടെ അഹോരാത്രം ഒരു ദിവസം ആകും. 2 മാസമാണ് ഒരു ഋതു. ഹേമന്തം, ശിശിരം, ഗ്രീഷ്മം, വസന്തം, വർഷം, ശരത് എന്നിവയാണ് ഷഡ് ഋതുക്കൾ. 6 ഋതുക്കൾ ചേരുമ്പോൾ ഒരു വർഷമാകുന്നു. 6 മാസം കൂടിയിടുമ്പോൾ അതിന് അയനമെന്ന് പേരുണ്ട്. അപ്പോൾ 2 അയനങ്ങൾ ചേരുന്നതാണ് ഒരു വർഷം. 12 മാസങ്ങൾ അടങ്ങിയ ഒരു വർഷം ദേവന്മാരുടെ ഒരു രാപ്പകൽ, ഒരു ദിവസമാണ്. മനുഷ്യരുടെ 365 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം. ഇതുവരെ പറഞ്ഞത് മനുഷ്യവർഷങ്ങൾ. ഇനി എല്ലാം അത്ഭുതപ്പെട്ടു പോകുന്ന ദേവവർഷങ്ങളുടെയും മഹായുഗങ്ങളുടെയും കാലഗണനയാണ്. ദേവന്മാരുടെ 4800 വർഷങ്ങൾ അടങ്ങിയതാണ് കൃതയുഗം. അവരുടെ 3600 വർഷങ്ങളാണ് ത്രേതായുഗം. അവരുടെ 2400 വർഷങ്ങളാണ് ദ്വാപരയുഗം. 1200 ദേവവർഷങ്ങൾ ചേർന്നതാണ് കലിയുഗം. ഇപ്രകാരമുള്ള 4 യുഗങ്ങൾ ചേർന്നാൽ ഒരു ചതുർയുഗമായി. അതായത് 12000 ദേവവർഷങ്ങൾ എന്നർത്ഥം. ഇങ്ങനെ 71 ചതുർയുഗങ്ങളാകുമ്പോൾ ഒരു മനുവിൻ്റെ കാലമായി അഥവാ മന്വന്തരമായി. 1008 ചതുർയുഗം കൂടുമ്പോൾ മഹാപ്രളയമായി. അത്രയും കാലം ബ്രഹ്മദേവൻ്റെ ഒരു പകലാണ്. വീണ്ടും അത്രയും കാലം ബ്രഹ്മദേവൻ്റെ ഒരു രാത്രി. പ്രഭാതത്തിൽ സൃഷ്ടി ആരംഭിക്കുകയാണ് ബ്രഹ്മദേവൻ്റെ പതിവ്. സന്ധ്യാസമയത്തിൽ സൃഷ്ടികൾ അവസാനിക്കുന്നു. ഇങ്ങനെ ഉറങ്ങിയും ഉണർന്നും പിന്നെയും ഉറങ്ങിയും ഉണർന്നും പിതാമഹൻ സൃഷ്ടി നടത്തുന്നു. ഇപ്രകാരം 360 പ്രളയം കഴിയുമ്പോൾ ഒരു ബ്രഹ്മവർഷമായി. 120 വർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം. ഈ കാലഗണന അനുവാചകനെ അമ്പരപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അനന്തമായി നീളുകയാണ്. ലോകസൃഷ്ടിക്ക് കളമൊരുക്കിയ ശേഷം ഭഗവാൻ പരിപാലനത്തിന് മനുവിനെ നിയമിച്ചു. പ്രളയസമുദ്രത്തിൽ ആണ്ടുപോയ ഭൂമിയെ ഉയർത്തുവാൻ ഭഗവാൻ വരാഹ അവതാരമെടുത്തു. മൈത്രേയൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വരാഹ അവതാര കഥ കേൾക്കണമെന്നായി വിദുരർക്ക്. മൈത്രേയൻ അതും വിശദമാക്കുകയാണ്. വരാഹ അവതാരം.
ഒരിക്കൽ കശ്യപ പ്രജാപതി സന്ധ്യാവന്ദനം നടത്തുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായ ദിതി തന്നിൽ സന്തതി ഉൽപാദനം ചെയ്യണമെന്നാവശ്യപ്പെട്ടു. സന്ധ്യാവേളയിൽ രതിക്രീഡ ചെയ്യരുതെന്ന് പ്രജാപതി പലവട്ടം പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് കശ്യപന് വഴങ്ങേണ്ടി വന്നു. അവൾ ഗർഭിണിയായപ്പോൾ ലോകമെങ്ങും ക്രൂരമായ തേജസ്സു നിറഞ്ഞു. നിന്റെ സന്താനങ്ങൾ ലോകോപദ്രവകാരികളാകും എന്ന് കശ്യപൻ ദിതിയെ ശപിച്ചത് മൂലകഥയിലുണ്ട്. പരിഭ്രാന്തരായ ദേവന്മാർ ബ്രഹ്മാവിനോട് കാരണമാരാഞ്ഞു. ബ്രഹ്മാവ് വിശദീകരിച്ചു. മുൻപൊരിക്കൽ സനകാദി മഹർഷിമാർ മഹാവിഷ്ണുവിനെ വന്ദിക്കാൻ വൈകുണ്ഠത്തിലെത്തി. ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ അപ്പോൾ അവരെ തടഞ്ഞു. അസുരന്മാരായി പോകട്ടെ എന്ന് സനകാദികൾ അവരെ ശപിക്കുകയുണ്ടായി. അവരാണ് ഇപ്പോൾ ദിതിയുടെ ഗർഭത്തിലുള്ളത്. പിൽക്കാലത്ത് മഹാവിഷ്ണു അവരെ വധിക്കും. നിങ്ങൾ വിഷമിക്കാനില്ല. അസുരന്മാർ ദിതിയുടെ ഗർഭത്തിൽ രൂപം കൊള്ളുന്നത് കൊണ്ടാണ് ഘോരമായ തേജസ് ഇങ്ങനെ കാണുന്നത്. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ മടങ്ങിപ്പോയി. ക്രമേണ ദിതിക്ക് ഹിരണ്യകശിപുവെന്നും ഹിരണ്യാക്ഷനെന്നും 2 പുത്രന്മാർ പിറന്നു. അവർ ജനിച്ചപ്പോൾ നിരവധി ദുർനിമിത്തങ്ങളുണ്ടായി. അവർ അതിമുഷ്കരന്മാരായി വളർന്നു. ഭഗവാന്റെ ഭക്തന്മാരെ ഉപദ്രവിക്കാനും തുടങ്ങി. പിന്നീട് അവർ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വേണ്ടുന്ന വരങ്ങളും നേടി വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ തിരുനാമങ്ങൾ ചൊല്ലുന്നത് വിലക്കി. പകരം സ്വന്തം നാമങ്ങൾ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ലോകനാഥന്മാർ തങ്ങളാണെന്ന് അവർ പ്രഖ്യാപിച്ചു. 3 ലോകങ്ങളും അടക്കിയ ഹിരണ്യാക്ഷൻ ദിഗ്വിജയത്തിനൊരുമ്പെട്ടു. ഗദയുമേന്തി അവർ വരുന്നത് കണ്ട് എല്ലാവരും പേടിച്ചൊളിച്ചു. ഭൂമിയിൽ ആരും നേർക്കാനില്ലെന്ന് ആയപ്പോൾ ഹിരണ്യാക്ഷൻ കടലിലിറങ്ങി ഗദ കൊണ്ട് തിരമാലകളെ തല്ലിത്തകർത്തു. പേടിച്ചരണ്ട സമുദ്രദേവനായ വരുണൻ മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. വിഷ്ണു അതികോപം പൂണ്ട് ഒരു പന്നിയായി ബ്രഹ്മാവിൻ്റെ നാസ്വാദ്വാരങ്ങളിലൂടെ അവതരിച്ചു. ഭഗവാൻ തന്നെ തിരഞ്ഞു വരുന്നതറിഞ്ഞ് ഭയം പൂണ്ട ഹിരണ്യാക്ഷൻ ഭൂമിയെയും എടുത്തുകൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു. ഒടുവിൽ വിഷ്ണുവിൻ്റെ അവതാരമായ വരാഹവും രാക്ഷസനും നേർക്കുനേർ കണ്ട് അത് വലിയൊരു യുദ്ധത്തിന് വഴി തുറന്നു. എത്രയെല്ലാം പാടവം കാട്ടിയിട്ടും ഹിരണ്യാക്ഷന് വരാഹത്തിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാനായില്ല. കടലിലും ഭൂമിക്കു ഉള്ളിലും എല്ലാം യുദ്ധം തുടർന്നു. ചിറകുള്ള പന്നിയെപ്പോലെ വിഷ്ണു രാക്ഷസനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. മഹാവിഷ്ണു ഗദ കൊണ്ട് അവൻ്റെ മുതുക് പിളർന്ന് കടലിൽ ആഴ്ത്തി. യുദ്ധം പിന്നെയും നീണ്ടു. കാലം പലത് കഴിഞ്ഞപ്പോൾ പോരുമിക്കളി എന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചു. അപ്പോൾ മാത്രമാണ് മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ വധിച്ചത്. എന്നിട്ട് തൻ്റെ വലിയ തേറ്റകൾ കൊണ്ട് ഉയർത്തി ഭൂമിയെ യഥാസ്ഥാനത്ത് തന്നെ ചേർത്ത് വെച്ചു. ബ്രഹ്മാവിനോട് വീണ്ടും സൃഷ്ടികർമ്മങ്ങളിൽ മുഴുകുവാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. മൈത്രേയൻ്റെ വിവരണം ഇത്രയുമായപ്പോൾ വിതുരരുടെ കൗതുകം വർദ്ധിച്ചു. ഇനി സൃഷ്ടിവൈഭവങ്ങളെക്കുറിച്ച് അറിയണമെന്നായി വിതുരർ. ആ അപേക്ഷ സ്വീകരിച്ച് മൈത്രേയൻ കപില അവതാരം പറഞ്ഞു തുടങ്ങി. കപില അവതാരം. ബ്രഹ്മാവിൻ്റെ പുത്രനായ പുലഹൻ എന്ന പ്രജാപതിക്ക് ക്ഷമ എന്ന പത്നിയിൽ ജനിച്ച പുത്രനാണ് കർദമൻ. വളരെ കാലം തപസ്സു ചെയ്തതിനാൽ കർദമന് വേണ്ടുവോളം ഈശ്വര അനുഗ്രഹം കിട്ടി. അക്കാലത്ത് സ്വയംഭൂവ മനു തൻ്റെ മകളായ ദേവഹൂതിക്ക് ഉത്തമനായ വരനെ അന്വേഷിക്കുകയായിരുന്നു. കർദമ പ്രജാപതിയെക്കുറിച്ചറിഞ്ഞപ്പോൾ മനു തൻ്റെ മകളെ തേരിലേറ്റി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിച്ചു. മനുവിൻ്റെ അപേക്ഷ കർദമൻ സ്വീകരിക്കുന്നു. അങ്ങനെ ദേവഹൂതി കർദമൻ്റെ ഭാര്യയായി. അവളുടെ ഭർതൃശുശ്രൂഷയിലും സൗശീല്യ ആദി ഗുണങ്ങളിലും കർദമൻ സന്തുഷ്ടനായി. അവർ ഒരു വിമാനത്തിലേറി ലോകമെല്ലാം ചുറ്റിക്കണ്ടു. കാലക്രമേണ അവൾ 9 പെൺകുട്ടികളെയും 1 മകനെയും പ്രസവിച്ചു. ആ മകനാണ് കപിലൻ. പെൺകുട്ടികളെ മരീചി മുതലായ സപ്തർഷികൾ കൈക്കൊണ്ടു. കപിലൻ തപോനിഷ്ഠയിലൂടെ പരബ്രഹ്മ യോഗാനന്ദം സ്വായത്തമാക്കി.
ഇനി കപിലൻ അമ്മയ്ക്ക് നൽകുന്ന ഉപദേശം. കർദമൻ മോക്ഷമടഞ്ഞപ്പോൾ താപസിയായ ദേവഹൂതി മകനെ കാണാൻ കപിലാശ്രമത്തിലെത്തി. അമ്മയെ മകൻ യഥോചിതം സ്വീകരിച്ചു. ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനും പരമാനന്ദം കൈവരിക്കുവാനുമുള്ള മാർഗം ഉപദേശിച്ചു തരാൻ ദേവഹൂതി മകനോട് ആവശ്യപ്പെട്ടു. കപിലൻ പറയുന്നു, അമ്മേ, ശരീരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും വിരക്തി വന്നാൽ തന്നെ മുക്തിക്കുള്ള വഴി തുറന്നു കിട്ടുകയായി. സജ്ജനങ്ങളുമായും സദ്വിഷയങ്ങളുമായും ബന്ധം വന്നാൽ മനസ്സ് ചിന്മയനിൽ അഭിരമിക്കാൻ തുടങ്ങും. മനസ്സിൻ്റെ മേൽ വിജയം നേടിക്കഴിയുമ്പോൾ യഥാർത്ഥമായ ഭക്തിയിലെത്തിച്ചേരാം. പ്രകൃതി, ജീവാത്മാവ്, അഹങ്കാരം, ശബ്ദാദികളായ തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിവയ്ക്കെല്ലാം സാക്ഷീഭൂതമായി ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. മേൽപ്പറഞ്ഞവയെല്ലാം ചൈതന്യരഹിതങ്ങളാണ്. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ അവ പ്രവർത്തന നിരതമാകുന്നുള്ളൂ. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവയാൽ ആത്മതത്വത്തെ അറിയാം. അപ്പോൾ മാത്രം പരമാനന്ദം അനുഭൂതമാകും. അഹിംസ, സത്യം, അസ്തേയം എന്നിവയുടെ പരിശീലനം കൊണ്ട് ഹൃദയത്തെ സംശുദ്ധമാക്കാം. വിവിധ ആസനങ്ങളിലൂടെ ആരാധനയിൽ ശ്രദ്ധയുണ്ടാക്കണം. പ്രാണായാമം കൊണ്ട് നാഡീശുദ്ധി വരുത്താം. മനസ്സിനെ ലൗകിക വിഷയങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതാണ് പ്രത്യാഹാരം. മനസ്സിനെ ഏകാഗ്രമാക്കുന്നതാണ് ധാരണ. ഏകാഗ്രമനസ്കനായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം. അതാണ് ഭക്തിയുടെ രീതി. നിർഗുണ ബ്രഹ്മത്തെ യോഗിമാർക്ക് ഉപാസിക്കാൻ കഴിയും. സാധാരണക്കാർക്ക് ആരാധിക്കാൻ ഭഗവാന്റെ സഗുണരൂപം കൂടിയേ കഴിയൂ. ആ ഭഗവാന്റെ കോമളരൂപം ഇപ്രകാരമാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമൊത്ത ദേഹം, മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ ആ ദേഹം, മഹാവിഷ്ണുവിൻ്റെ സുന്ദരമായ മുഖാംബുജത്തിൽ നിലാവ് പോലത്തെ മൃദുസ്മിതം നിറയുന്നു. മകരകുണ്ടലം തൂക്കിയ ചെവികൾ, അവയുടെ പ്രതിബിംബം വിളങ്ങുന്ന മനോഹരമായ കവിളിണകൾ, ഉയർന്ന മൂക്ക്, ചുവന്ന താമരയ്ക്കൊത്ത കണ്ണുകൾ, മാറിൽ ശ്രീവത്സമെന്ന മറുകും കൗസ്തുഭം എന്ന രത്നവും മറ്റ് അലങ്കാരങ്ങളുമുണ്ട്. 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, താമര, ഗദം എന്നിവയുമുണ്ട്. മഞ്ഞപ്പട്ടണിഞ്ഞ തിരുമേനി ആരെയാണ് കോൾമയിർ കൊള്ളിക്കാത്തത്? ഈ മനോഹര രൂപം മാനസപത്മത്തിൽ ഉറപ്പിച്ചാൽ ഏതു സാധകനിലും മുക്തിക്കുള്ള വഴി തെളിയും. ഭക്തി തന്നെ 4 വിധമുണ്ട്. താമസി, രാജസി, സാത്വികി, ഗുണാതീത എന്നിങ്ങനെ. ഇതിൽ അത്യുത്തമം ഗുണാതീത ഭക്തിയത്രേ. മനസ്സിൽ അത് വന്നുറച്ചാൽ ഇച്ഛിക്കാതെ തന്നെ മോക്ഷം വന്നെത്തും. എന്നാൽ ആസക്തികളിൽ നിന്നും മോചനം നേടുക സുകരമല്ല. ആസക്തി മൂലമാണ് ഏവരും സംസാരബന്ധത്തിൽ അകപ്പെട്ട് ഉഴലുന്നത്. അപ്പോൾ തൃഷ്ണ വന്നു പിറക്കും. തൃഷ്ണയിൽ നിന്നും കാമം, ക്രോധം, മദം, മാത്സര്യം തുടങ്ങിയവ ഉണ്ടാകുന്നു. അപ്പോൾ വീണ്ടും ജനനമായി മരണമായി സംസാരചക്രം ആവർത്തിക്കുന്നു. കർമ്മഭേദങ്ങൾ കൊണ്ട് പുണ്യപാപങ്ങൾ വന്നുകൂടുന്നു. പാപം ചെയ്താൽ മരണകാലത്ത് യമധർമ്മൻ്റെ ശിക്ഷ നേരിട്ട് നരകത്തിൽ പോകും. പുണ്യം ചെയ്താൽ വീണ്ടും ജീവിതം നന്മയിലേക്ക് നീങ്ങും. ചുരുക്കത്തിൽ ഭക്തി കൊണ്ട് മാത്രമേ ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥം സാധിക്കാൻ കഴിയൂ. കപിലൻ്റെ ഈ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ മാതാവായ ദേവഹൂതിയുടെ മനസ്സിൽ ആത്മജ്ഞാനം ഉദിച്ചു. മകനെ ആശീർവദിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും വിടവാങ്ങി. 3-ാം സ്കന്ധം ഇപ്രകാരം ഇങ്ങനെ ഇവിടെ പൂർണ്ണമാകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.